നമസ്കാരം. ഈ ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന ഒരു ദർശനമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക്. ശരിക്കും ഇനി ഒരു കാലഘട്ടത്ത് അങ്ങനെ ഒരു ഐക്യമായ ഒരു മതം വരും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില മത പണ്ഡിതര് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇവരൊക്കെ ചേർന്ന് ഒരു മതസൗഹാർദ്ദം ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരികയും ചെയ്യും. അപ്പൊ ഭാവിയിൽ അങ്ങനെ ഒരു മതങ്ങളുടെയൊക്കെ ഒരു ഐക്യം വരും. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മേലധികാരിയും വരും. ഇതെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാം ഒന്നാണ്, നമുക്ക് തമ്മിൽ വേർതിരിവില്ല, അങ്ങനെ ഒരു തരംതിരിവില്ല എന്ന രീതിയിൽ ഒരു ഐക്യം കൊണ്ടുവരാനായിട്ട് ഈ ഭൂമിയിലുള്ള സകല മത നേതാക്കളും പണ്ഡിതരൊക്കെ ശ്രമിക്കും. പക്ഷെ ഇതല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് എല്ലാം കൂടെ ഒറ്റ മതത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് അംഗീകരിച്ചു കൊണ്ടൊരു മതം, അതല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാനിൽ ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചും കൊണ്ട് എല്ലാ മതങ്ങളെയും ആ മതത്തിന്റെ ചടങ്ങുകളും ആ ചട്ടങ്ങളും ആ മതത്തിന്റെ ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ച് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി പുറത്തു വരുന്ന ഒരു കൂട്ടം ഭൂമിയിൽ ഉണ്ടായി വരും. ആ ഒരു കൂട്ടമാണ് ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അവർക്ക് ജാതിയോ മതമോ അങ്ങനെ മതത്തിന്റെ ഒരു ചടങ്ങോ ഒരു ചടങ്ങിലോ ഒന്നും അവർക്കൊരു ബന്ധവും കാണേയില്ല, അവരതൊന്നും ചെയ്യേയില്ല. പകരം മതം സ്ഥാപിച്ച ദൈവത്തിന്റെ ആൾക്കാർ എന്ത് പഠിപ്പിച്ചു, എന്താണ് അവരുടെ രീതി, അതനുസരിച്ച് ജീവിത ശൈലിയിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു കൂട്ടരാണ് ഈ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഐക്യമുള്ള ഒരു കൂട്ടം. അപ്പൊ മറുഭാഗത്ത് ശരിക്കും നെഗറ്റീവ് ശക്തികൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നോണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു മതസൗഹാർദ്ദമാണ് നമ്മൾ പലപ്പോഴും പുറമെ കാണുന്ന ഈ ഒരു മതത്തിന്റെ ഐക്യം. ഇതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ നിൽക്കുന്നത്. ഇത് കാണുമ്പോഴാണ് കണ്ട ഇത് നല്ല ആൾക്കാർ, ആ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കൂട്ടം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു മുസ്ലിം ചടങ്ങില് ഹിന്ദു സന്യാസിമാർ പോകുന്നു, ഹിന്ദു സന്യാസിമാർക്ക് അവരുടെ ചടങ്ങിന്റെ ഇടയിലേക്ക് മുസ്ലിം സഹായിക്കുന്നു. ഈ ക്രിസ്ത്യാനി പള്ളികളിലും അവരുടെയൊക്കെ ഹിന്ദുക്കളുടെ ചടങ്ങുകളൊക്കെ അവരും അംഗീകരിക്കുന്നു, അവരുടെ ചടങ്ങുകളൊക്കെ ഇവരും അംഗീകരിക്കുന്നു. ഇങ്ങനെ ഈ ചടങ്ങുകൾക്ക് ഈ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിവില്ലാതെ ഇവർ ആ ചടങ്ങ് ചെയ്യുന്നു, അവർ പോയി ഈ ചടങ്ങും ചെയ്യുന്നു. അങ്ങനെ ഒരു ഐക്യം. ഇത് ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, എന്ത് ദൈവീകമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്നൊക്കെ നമുക്കങ്ങ് തോന്നും. പക്ഷെ ഇതെല്ലാം നെഗറ്റീവ് പ്രവൃത്തികളാണ്. കാരണം നടക്കുന്നതെല്ലാം പൈശാചിക അല്ലെ നെഗറ്റീവ് ശക്തികൾ കൊണ്ടുവന്നിരിക്കുന്ന ചടങ്ങുകളും അവരുടെ മനുഷ്യരെ പറ്റിക്കുന്ന പ്രക്രിയകളൊക്കെയാണ് എല്ലാ മതങ്ങളിലും ഉള്ളത്. അപ്പൊ ഇത് തമ്മിൽ ഒരു ഐക്യം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഈ മതത്തിന്റെ പണ്ഡിതർ മതം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അതിന്റെ മേൽ ഉള്ള ആൾക്കാരൊക്കെ പൊതുജനത്തെ പിന്നെയും കബളിപ്പിച്ചും കൊണ്ട് ഐക്യം പറഞ്ഞും കൊണ്ട് കബളിപ്പിച്ച് അവരെ മുതലെടുത്ത് ജീവിക്കുന്നു എന്നേ ഇതിൽ വരുവുള്ളൂ. ഒരിക്കലും മതത്തിന്റെ പേരിൽ നടക്കുന്ന ആ തെറ്റുകളോ തോന്നിവാസങ്ങളോ മതിയാക്കി കൊണ്ടുവരുന്നൊരു പ്രക്രിയ അല്ല നമ്മൾ ഈ കാണുന്ന മതസൗഹാർദ്ദം. ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന ആ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാം മതിയാക്കിയിട്ട് മനുഷ്യനായി മാത്രം കണ്ടും കൊണ്ട് ഒരൊറ്റ നിയമം, നേരും നെറിയോടുള്ള ജീവിതം, നീതിയും ന്യായവും സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഈ എല്ലാ മതത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു കൂട്ടർ ഒന്നിച്ച് ഒരേപോലെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് അന്ത്യകാലത്ത് വരുന്നത്. അവരാണ് ഈ സത്യയുഗത്തിലോട്ട് പോകുന്ന വ്യക്തികളെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ മതത്തിന്റെ അകത്ത് നിന്നും കൊണ്ട് തൊപ്പിയും കിരീടങ്ങളും മറ്റേ വേഷഭൂഷാദികൾ കെട്ടുകൊണ്ട് കയ്യും കൊടുത്ത് അങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഇവൻ ചെയ്യുന്ന ചടങ്ങുകൾ അങ്ങോട്ട് അവനെയും ഷെയർ ചെയ്ത്, അവൻ ചെയ്യുന്ന ചടങ്ങുകളിലേക്ക് ഞങ്ങളും ഷെയർ ചെയ്ത്, നിങ്ങളുടെ മതചടങ്ങുകളിലേക്ക് ഞങ്ങളും വരുന്നു, ഞങ്ങളുടെ മതചടങ്ങുകളിലേക്ക് നിങ്ങളും വന്നു. ഇതല്ല, ഇത് മൊത്തം അത് ചുരുക്കം പറഞ്ഞാൽ പല ടൈപ്പ് നെഗറ്റീവ് ശക്തികളും കൂടെ ചേർന്നുള്ള ഒരു ഐക്യമാണ് ശരിക്കും ഇവിടെ നടക്കണം, ആ ഭാഗത്ത് നടക്കുന്നത്. ഈ പരിപാടികളെ ആക്കി ഈ പരത്തിലാക്കി വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ശക്തികളാണ്. ഒരിക്കലും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൂസ്റ്റ് ചെയ്ത് ഇതിലൂടെ ഒരു കച്ചവടമോ ഒരു ബിസിനസ്സോ ദൈവത്തിന്റെ പ്ലാനിലില്ല. അതേസമയം ഇപ്പുറത്ത് അങ്ങനത്തെ ഒരു സംഗതിയിൽ ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു പരിപാടികളുമില്ല, ഇങ്ങനെയുള്ള യാതൊരു ചടങ്ങുകളുമില്ല. അവനവന്റെ മനസ്സ് ശുദ്ധീകരണം, മനസ്സ് നന്നാക്കുക, നേരെനിറയോടെ ജീവിതം, ഇത് മാത്രമേ ദൈവത്തിന്റെ പ്ലാനിലുള്ളൂ. പ്രകൃതി ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വന്ന വ്യക്തികളിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് നമ്മൾ ഈ കാണുന്ന ഈ മതങ്ങൾ. ഇത് ദൈവമായിട്ട് ശരിക്കും ബന്ധമില്ല. എന്നാൽ അതിലൂടെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനുഷ്യർ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും നാളും ദൈവം അതിനെ അലവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അതൊരു അടിസ്ഥാനം കിട്ടുമല്ലോ.
ഇതിലൂടെ ഒരു അടിസ്ഥാനം വരുമല്ലോ. അപ്പൊ അടിസ്ഥാനം വന്ന് ഒരു ലെവൽ എത്തുമ്പോഴാണ് ഇനി ഈ മതത്തിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് ചാടി ശരിക്കും ദൈവമായിട്ടൊരു കണക്ഷൻ ആൾക്കാർ ഉണ്ടാക്കണം. അപ്പൊ ദൈവമായിട്ടൊരു കണക്ഷൻ വരണമെങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് അടിസ്ഥാനം കിട്ടണം. അപ്പൊ ഈ മതത്തിന്റെ അകത്ത് നിന്നും കൊണ്ട് ഒരു അടിസ്ഥാനം വരട്ടെ എന്ന് വിചാരിച്ച് ദൈവം അലോ ചെയ്യുന്നതാണ്. അല്ലാതെ ഈ മതത്തിന്റെ അകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ദൈവത്തിന് തൃപ്തിയില്ല, പ്ലാനും ഇല്ല. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ദൈവം 2 വർഷത്തേക്കൊക്കെ അടച്ചു പൂട്ടിച്ചതിന്റെ കാരണമേ ഇതിലൂടെയല്ല ദൈവം പ്രസാദിക്കുന്നത് എന്ന സത്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തതായിരുന്നു. അപ്പൊ ശരിക്കും ശ്രീനാരായണ ഗുരുവൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് അത് നടന്നില്ല. അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിനൊക്കെ മോക്ഷം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്നോട് ദൈവം പറയുന്നത് അന്ന് നടക്കാത്ത ആ കാര്യം അതിന്റെ പൂർത്തീകരണത്തിനായി ആ ശ്രീനാരായണ ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഇപ്പോ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇനിയൊരു കാലഘട്ടത്ത് ആ ആത്മാവ് ഇതെല്ലാം കണ്ട് തൃപ്തിയായിട്ടേ തിരിച്ച് ശരിക്കുള്ള ആ മോക്ഷത്തിലേക്ക് പോവുകയുള്ളൂ. ഈ ശ്രീനാരായണ ഗുരു മാത്രമല്ല, നവോത്ഥാന നായകന്മാരായ പലരും അവരുടെ ലക്ഷ്യം അന്ന് നടക്കാത്തത് കാരണം ആ ഒരു മനോവിഷമത്താൽ മരിച്ച അവരുടെ ആത്മാക്കൾ ഇപ്പൊ ഭൂമിയിൽ ഈ കാലഘട്ടത്തേക്ക് അതിലോട്ട് ഒരു തുടക്കം കുറിച്ചത് കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്നത് ഈ ആത്മാക്കളാണ്. എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പലർക്കും ഈ അനുഭവങ്ങളും ചിലപ്പോ അവരുടെ പൂർവ്വജന്മങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഇന്നരായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തി ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലർക്കും സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നോട് ദൈവം പറയുന്നത് പല ആത്മാക്കൾ അവരുടെ ആത്മാവിന് സംതൃപ്തിയോ പൂർത്തീകരണമോ സന്തോഷമോ ലഭിക്കാതെ ദൈവിക റൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ മരിച്ചുപോയ പല യോഗീശ്വരന്മാരും ഇങ്ങനെയുള്ള ആത്മാക്കൾ ഇപ്പോൾ ഭൂമിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. അവർ ഇതിന്റെ എല്ലാം പൂർത്തീകരണം കണ്ടിട്ടേ ഈ ആത്മാക്കളെല്ലാം ഇനി ഭൂമി വിട്ട് ശരിക്കും ആ മോക്ഷത്തിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോ ഈ മതത്തിൽ നിന്നും അടിസ്ഥാനം ലഭിച്ച് വളർന്ന് ആ ഒരു ലെവലിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ട സത്യയുഗത്തിലോട്ട് കടക്കാൻ ആ ഒരു ലെവലിലേക്ക് പാകപ്പെട്ട ആത്മാക്കൾക്ക് ഒരിക്കലും ഒരു മതത്തിന്റെ ചടങ്ങുകളിലോ ഈ മതത്തിന്റെ ഈ ചിട്ടാവട്ടങ്ങൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് തൃപ്തി വരില്ല. അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ അവർക്കത് ഇതൊക്കെ വെറും മണ്ടത്തരമല്ലേ, ഇതൊക്കെ വെറുതെ ആൾക്കാരായിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഒരു വല്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലാണോ ശരിക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തി? അല്ല, ദൈവം എന്നുകൊണ്ട് ഇതൊക്കെയാണോ? ഇതൊന്നും അല്ലല്ലോ. ഈ സൃഷ്ടാവായ ദൈവം ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, അതല്ലേ നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. അതിന് ഇങ്ങനെയൊക്കെ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചാലേ അതിലോട്ട് പറ്റുള്ളൂ. ഈ മനുഷ്യർക്ക് ഈ പ്രശ്നം മാറ്റിത്തരാം, അത് മാറ്റിത്തരാന്ന് പറഞ്ഞ് ഒരു വിഭാഗക്കാര് അവരുടേതായ മതത്തിന്റെ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് മന്ത്രം, ആവാഹനം, പൂജ, ജിന്ന്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും ഇതിലൂടെ മനുഷ്യർക്ക് രക്ഷ കിട്ടുമോ? ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും വന്ന് ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സിലേക്ക് ആർക്കെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊള്ളണം, മതം എന്ന് പറയുന്ന അടിസ്ഥാന ക്ലാസ്സുകളൊക്കെ പഠിച്ച് അവർ ആ ദൈവത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് അവരുടെ മനസ്സ് ഉയർന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇത് എല്ലാം നിയന്ത്രിക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, പിന്നെ ഇന്ന മതത്തിൽ എന്ത് കാര്യമിരിക്കുന്നു എന്ന ചിന്തയാൽ അതൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യനായിട്ട് ചേരുന്ന ലെവലിലേക്ക് ഈ ഒരു ചിന്തയെ അവർക്ക് വരൂല. നീ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇങ്ങനെ ഒരു ചിന്തയും വരാതെ പരസ്പരം ഒരു സഹോദരൻ എന്ന ലെവലിലേക്ക് ഒരു സ്നേഹവും സന്തോഷവും അനുഭവപ്പെട്ട് വരുന്ന ഒരു കൂട്ടരെയാണ് സത്യയുഗത്തിലേക്ക് ദൈവത്തിന് ആവശ്യം. അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, നിങ്ങൾ വരാൻ പോകുന്ന ഈ ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങൾ പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ ആ ഒരു ലെവലിന്റെ ഈ മെസ്സേജായി കേട്ടിട്ട് കൂടുതൽ ദൈവമായിട്ട് അടുത്ത് ആ ഒരു ലെവലിലേക്ക് എത്ര പെട്ടെന്ന് എത്തുക. നിങ്ങൾ അത് എങ്ങനെ എത്തും, അത് ഏത് രീതിയിൽ എത്തും എന്നത് നിങ്ങൾ ചിന്തിച്ച് കുഴയണ്ട. നിങ്ങൾ ആ ലെവലിലേക്ക് മനസ്സ് പാകപ്പെട്ട് വരുമ്പോൾ ചില സിറ്റുവേഷനിലൂടെ നിമിത്തത്തിലൂടെ നിങ്ങളെ ദൈവം തന്നെ മറ്റ് അദൃശ്യ ശക്തികളിലൂടെ നിങ്ങളെ ആ സത്യയുഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊള്ളും. അതിനായി നിങ്ങൾ കാത്തിരിക്കുക. മാക്സിമം എന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഇങ്ങനെയുള്ള മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മാക്സിമം മോചിതരാകുക. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങളൊക്കെ അടുത്തത്.